Praise the Lord, 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 praise the Lord. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്ത് ഓർത്തിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിന്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആലോചന കൊടുക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തമ്പുരാനെ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി നീ തന്നതിനായി, ഒരു പ്രഭാതം കൂടി ഞങ്ങൾ കാണുന്ന ഈ ഭാഗ്യം തന്നതിനായി സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്തൊരു വലിയ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ, അതിനായി സ്തോത്രം. വെച്ചാൽ നേറ്റ് ഇന്നലെ ഇരുന്നൊരു എത്രയോ പേരുന്നേക്ക് ഇല്ല കർത്താവെ. അവരെ കർത്താവെ എല്ലാം മരണം വഴിയായി കടന്നു പോയിരിക്കുന്നു. നല്ല ദൈവം ഞങ്ങൾക്ക് ജീവൻ, ബലൻ, സുഖം, ദീർഘായുസ് തന്ന് ഇങ്ങനൊരു പ്രഭാതം കൂടി കാണുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം നീ തന്നല്ലോ, അതിനായി സ്തോത്രം. ഇന്ന് അനേകർക്ക് ബലനുണ്ട്, സമയമുണ്ട്, സന്ദർഭങ്ങളുണ്ട്, എല്ലാ സിറ്റുവേഷനുണ്ടാണെങ്കിലും പ്രാർത്ഥിക്കാൻ നേരമില്ലാതെ തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ, ലോകപ്രകാരமான കാര്യങ്ങളിൽ ഈടുപെട്ട് തന്നെ സമയത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് കിട്ടിയ അല്പസമയത്തിനായി സ്തോത്രം. ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലെ, ദേശത്തിലെ, ഞങ്ങളുടെ പ്രദേശങ്ങളിലെ, കർത്താവിൻ്റെ രാജ്യത്തിലെ, ശരീരത്തിലെ, ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലും ഒരു വലിയ മാറ്റം, ഒരു ചൈതന്യം ഉണ്ടാകെ കർത്തരങ്ങൾ കൃപതാരം. ദൈവകൃപയും ദൈവ സന്തോഷവും ദൈവ സമാധാനവും വെച്ചാൽ ഓരോരുത്തരും അനുഭവിക്കാൻ നീ കൃപ തരണം. ഒരുത്തരും കൈവിട്ട് പോകக்கூடாது, നശിക്കരുത്, തകരരുത്. അവരവരുടെ ആവശ്യങ്ങൾ പോലെ സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കണം, കരം പ്പെട്ടിരിക്കണം. നിന്റെ സഹായം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണം, നിന്റെ ഒത്താശ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണം. ഒരുത്തരെയും മറക്കരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും കൈവിടരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ കാര്യം ചെയ്താട്ട് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുവാനാകട്ടെ. MAG ഗോസ്പൽ വോയിസ് മൂലമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചെന്ന് അല്പസമയം ചെലവഴിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1162 നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഇന്നലെ വരയ്ക്ക് ധ്യാനിച്ചു. ഇന്ന് അതിന്റെ 11-12 വാക്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഒത്തിരി വായിച്ചവരാണ്, കേട്ടവരാണ്, അനുഭവിച്ചെങ്കിലും അകത്തോട്ട് പോവാം. ഇപ്പം നമ്മൾ അതിനെ ഒത്തിരി മനസ്സിലാക്കാനുണ്ട്, ഒത്തിരി ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ പറയുന്നു, 11-ാമത്തെ വാക്യം: അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു, ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപേക്ഷിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ വേറെ ഒരു തെറ്റും ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. അടിക്കുന്നതോ കൊല്ലുന്നതോ മറ്റുള്ളവൻ്റെ പൊരുൾ മോഷ്ടിക്കുന്നതോ മറ്റുള്ളവൻ്റെ ഭാര്യയുടെ കയ്യെ പോയി പിടിക്കുന്നതോ ഒരു തെറ്റും ദാനിയേലിന്റെ ജീവിതത്തിലില്ല. തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയാണ് അവർ ഈ പ്ലാൻ ഇട്ടത്. അമ്മമാർക്കറിയാം, നമ്മൾ എന്തോ പ്ലാൻ ഇട്ടാലും ദാനിയേൽ തൻ്റെ പ്രാർത്ഥന നിർത്തത്തില്ല. രാജാവിനും അറിയാം, നമ്മൾ എന്തെല്ലാം കൈയെഴുത്ത് ഒപ്പിട്ടാലും ഏത് നിയമങ്ങളെല്ലാം നിയമിച്ചാലും ദാനിയേൽ തൻ്റെ പ്രാർത്ഥന നിർത്തത്തില്ലെന്ന് രാജാവിനും അറിയാം. അവൻ പ്രാർത്ഥന വീരനാണ്, പ്രാർത്ഥിക്കുന്ന കൃപ പെറ്റവനാണ്. അവൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം ദൈവസനിൽ ഒതുക്കി വെച്ച് അവൻ ദൈവസനിൽ പോയി മുട്ടുമടക്കി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് സാധാരണമല്ല. ഒന്നിനും കൊള്ളാത്തവനെ കർത്താവ് കയ്യിലെടുക്കുകയാണ്. ഒരു വിശേഷിച്ച അഭിഷേകത്തെ കൊടുക്കുകയാണ്. മറ്റുള്ള എല്ലാവരെക്കാട്ടും ശ്രേഷ്ഠന്മാരാക്കുകയാണ്. 123 പേരിൽ ഇവൻ തലവനായി മാറാൻ പോവുകയാണ്. ഉന്നത സ്ഥാനത്തിലേക്ക് നിന്റെ മുട്ടേന്നുള്ള പ്രാർത്ഥന ഉയർത്തുകയാണ്. അവിടെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ തോൽവികൾ, നിങ്ങളുടെ വിഷയത്തിൻ്റെ മുഖത്തല്ല നിങ്ങൾ പരാജയപ്പെടാൻ കാരണം നിങ്ങൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല. ആത്മാർത്ഥമായി നിറയെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് ആത്മാർത്ഥമായി സ്വർഗത്തിൽ പോയി ചേരുന്ന പ്രാർത്ഥന ഇന്ന് അനേകർക്കില്ല. ഒരു പേരിന് വേണ്ടി, ഒരു കടമയ്ക്ക് വേണ്ടി ഏതോ ഒരു പ്രാർത്ഥന, മുക്കി മൂളി ഒരു പ്രാർത്ഥന ഇല്ലേ, ആരെ കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നത്. ഇതല്ലാതെ ആത്മാർത്ഥമായി ഇരുന്ന് കരയാനോ, മുട്ടേ നിൽക്കാനോ, ഉപവസിക്കാനോ, പ്രാർത്ഥിക്കാനോ നമുക്കിപ്പോൾ സമയമില്ല. മറ്റെല്ലാത്തിനും സമയമുണ്ട്, ഇന്ന് നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഈ വലിയ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഏതെടുത്താലും നമുക്ക് നഷ്ടം, ഏതെടുത്താലും തോൽവി. ഇന്ന് നമുക്കൊരു വിടുതലുണ്ടെന്ന് കരുതും, അന്ന് നമുക്ക് വിടുതലില്ല. ഇത് കൈ കിട്ടുന്നത് അത് കൈ കിട്ടുന്നില്ല. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും, മറുപടി വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നമ്മുടെ ബലഹീനങ്ങളാണ്. ഇവിടെ ദാനിയേൽ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത്, വേറെ ആരും സപ്പോർട്ടിനില്ല. ഒരു മനുഷ്യൻ പോലും അവരുടെ കൂടെ പ്രാർത്ഥിക്കാനോ, ഒരു ആശ്വാസം പറയാനോ, ഒന്ന് ഷെയർ ചെയ്യാനോ, ആ ഭാരത്തെ ഒന്ന് താങ്ങാനോ ഒരുത്തരുമില്ല. അവൻ തനിച്ച് മുട്ടേ നിൽക്കുകയാണ്. അവൻ അറിയാം, ഞാൻ മുട്ടേ നിന്ന കർത്താവ് കാര്യങ്ങളെല്ലാം എനിക്ക് സക്സസ് ആക്കി തരും. ഞാൻ തോറ്റു പോകത്തില്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഒരുത്തൻ ജീവിക്കുന്നുണ്ട്. ആ ദൈവ സന്നിധാനത്തിന് ഞാൻ മുട്ടുമടക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാലത്തിൽ ലജ്ജിക്കത്തില്ല, ഞാൻ നാണം കെട്ട് പോകത്തില്ല. എൻ്റെ ദൈവം എനിക്ക് കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എന്നെ നടത്തും. അത് മതിയായ ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ ഉണ്ടായതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. അവർ കണ്ടുപിടിച്ചു. അടുത്ത 12-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഉടനെ അവർ രാജസന്നിധിയിൽ
ചെന്നു രാജാവിൻ്റെ വിരോധ കൽപ്പനയെ കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയണം എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേത്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഉറപ്പ് തന്നെ, അതാരും മാറ്റാൻ പറ്റത്തില്ല. രാജാവ് ഇട്ടത് തന്നെ, കൽപ്പിച്ചത് തന്നെ, എഴുതി തന്നെ. അത് ഒരുത്തനെയും കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എന്നാ അർത്ഥം? നിങ്ങൾ അടുത്ത് റെഡി ആയിക്കോ, അവനെ കയ്യെക്കാലെ കെട്ടിക്കോ, വാരിക്കൊണ്ട് പോ, സിംഹത്തിന്റെ വായിലോട്ടുണ്ട് ഇട്, അവനെ കംപ്ലീറ്റ് അത് തീർത്ത് കെട്ടുമിന്ന്, അവന്റെ കഴിഞ്ഞു. ഇനിയും ദാനിയേൽ എന്നുള്ളത് തലവേദന നിങ്ങൾക്കില്ല. അവന്റെ ചാപ്റ്റർ ഇതോടെ കഴിയാണ്, അവന്റെ കാര്യം കഴിഞ്ഞു. അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എന്തിനിങ്ങനെ ചെയ്ത് ചോദിക്കാൻ ആരുമില്ല, വഴക്കിന് വരാൻ ആരുമില്ല, കേസ് കൊടുക്കാൻ ആരുമില്ല. അവനെ കംപ്ലീറ്റായി ഇന്നേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയോ. നിങ്ങൾക്കൊന്ന് അറിയാമോ, യോസേപ്പിനെ കിണറ്റിലിട്ടപ്പോൾ അവസാനം കല്ലെടുത്തിട്ട് കൊല്ലാൻ നോക്കി ഒരുത്തൻ ഓടി വന്ന് പറഞ്ഞു, വേണ്ടാടാ, നമുക്ക് ഈ രക്തപ്പഴി നമുക്ക് വേണ്ട, നമുക്ക് എങ്ങനെയും അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാരിയെടുത്ത് രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 122 പേരില് ഒരുത്തൻ പോലും ദാനിയേലിന് സപ്പോർട്ടായിട്ടില്ല. എല്ലാവരും ആഹ്ലാദിച്ച്, കൈയടിച്ച്, വിസിലടിച്ച്, കൊണ്ടാടി, കുടിച്ച്, വെറുത്ത് അവനെ കൈയും കാലും കൊണ്ടുപോകണമെന്ന് പോലെ തീരുമാനത്തിൽ നിൽക്കുകയാണ് അവിടെ. രാജാവും അതിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയി. ഇത് മാറ്റാൻ പറ്റത്തില്ലെന്നുള്ള ഓർഡറും രാജാവ് ഇട്ട് കഴിഞ്ഞു. ഇനി എന്തോ ചെയ്യുന്നത്? ദാനിയേലിന്റെ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തയില്ല. മുട്ടേ നിൽക്കുന്നവനെ ഈ ലോകത്തിന്റെ ഒരു ശക്തിയും, ഒരു രാജാവും, ഒരു ഭരണകൂടവും, ഒരു അധികാരവും, ഒരു രാഷ്ട്രീയവും മുട്ടേ നിൽക്കുന്നവനെ ടച്ച് ചെയ്യാൻ അനുവാദമില്ല. ദൈവം അവനെ കാത്തു സൂക്ഷിക്കും. തൻ്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം അവനെ കാത്തു സൂക്ഷിക്കും. ഇതേ കേട്ടോണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസികളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരികളെ, യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടോ? എത്ര സമയം നിൽക്കും? എത്ര നേരം പാട്ടുപാടി? എത്ര സമയം നിങ്ങൾ പ്രാർത്ഥിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോകക്കാരെല്ലാവരും ഞാൻ കൂടോത്രം ചെയ്തിട്ട് നിന്നെ ഒന്നും പറ്റത്തില്ല. നിനക്ക് സിംഹങ്ങൾ, കരടികൾ എല്ലാം വരട്ടെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരുടെ വടിയും തടിയെടുത്തോണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ അരികത്തോട്ട് വരാൻ പറ്റത്തില്ല. അത്രമാത്രം പവർ ഈ മുട്ടയിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്കുണ്ട്. അതൊരു തീയാണ്, അതൊരു വലിയൊരു അണലാണ്, അത് ആളിക്കത്തുന്നൊരു തീയാണ്. തൊട്ടെങ്കിൽ ക്ലോസ്, അവൻ്റെ കഥ കഴിഞ്ഞു. അതാണ് ഈ മുട്ടയിൽ നിന്ന് പ്രാർത്ഥനയുടെ ശക്തി. അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലാക്കാത്തവർക്ക് അത് ചിരിക്കും, അവർക്കത് കളിയാക്കുന്ന തോന്നും. ഈ വർഗീസിന് ഇതോ കിറുക്ക് പിടിച്ചിരിക്കുന്നു പറയും. എനിക്ക് കിറുക്ക് പിടിച്ചിരുന്നില്ല, ബുദ്ധി തെളിഞ്ഞിട്ടായി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സമ്മതമാണ്, ഏറ്റെടുത്തോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക, നിങ്ങളുടെ തലമുറകളെ മാറ്റാൻ പോവുക, അനുഗ്രഹിച്ച് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുക. ദൈവം തന്റെ നന്മ കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. നിങ്ങൾക്കൊരു ദോഷവുമില്ല, നിങ്ങളെ കാത്തു സൂക്ഷിച്ച് നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കുവാൻ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുവാൻ, നിന്നെ തകർക്കുവാൻ വന്നവർ, നശിപ്പിക്കാൻ വന്നവരെല്ലാം ദൈവം തകർത്ത് നിന്റെ തലയെ ഉയർത്തുവാൻ കർത്താവ് പ്ലാനിട്ടിരിക്കുക. നിങ്ങളുടെ സഭയ്ക്ക് വിരോധമാകോ, കുടുംബത്തിന് വിരോധം, നിങ്ങളുടെ കമ്പനി, ജോലി, മറ്റുള്ള ഫാമിലി, ഏത് വിഷയത്തിന് വിരോധമായി എത്ര പേര് കൂടിട്ട് ഒന്നും പ്രാർത്ഥിക്കുന്നവൻ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അകത്തിരിക്കുന്നത് വലിയവനല്ലേ? ഓ ഹല്ലേലൂയ, വലിയവനല്ലേ അവൻ്റെ അകത്തിരിക്കുക. അവനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്നു രാജാവിൻ്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയെ അല്ലാതെ മറ്റ് യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്നത് ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് ഇല്ലെന്ന് പറഞ്ഞില്ല. മേത്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു. ഓരോരുത്തനും മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ ദാനിയേലിന്റെ കഥ കഴിഞ്ഞു. അവന്മാർക്ക് എന്തൊരു കൊണ്ടാട്ടമാ, എന്തൊരു ആനന്ദമാ, എന്തൊരു ബഹളം അവിടെ നടക്കുന്നത്. എല്ലാം ഒരുത്തനും ഇതിനെ കെട്ടിപ്പിടിക്കുന്നു, അത് വിസിലടിക്കുന്നു, സ്വീറ്റ് കഴിക്കുന്നു. എന്തോ ഒരു ആർപ്പാട്ടം അവിടെ നടക്കുന്നത്. ദാനിയേലിന്റെ കഥ കഴിഞ്ഞു. ഇനി അവൻ നമ്മളെ ഭരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. അവന്റെ അവസാന പീരീഡിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞു എന്നാണ് അവർ ആഹ്ലാദിച്ചത്. ഇല്ല, ഇന്നുമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്നുമാണ് ദാനിയേൽ ആര്, അവൻ പ്രാർത്ഥിക്കുന്ന ദൈവം ആര്, ആരുടെ മുന്നിലാണ് അവൻ മുട്ടുകുത്തിയത്. അവൻ മുട്ടുകുത്തി വിളിക്കുന്ന ദൈവത്തെ
ദൈവത്തിൻ്റെ ശക്തി എന്തുവാണ്, അവൻ്റെ പവർ എന്തുവാണ്, അധികാരം എന്താണെന്നുള്ളത് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നവർക്കല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ ദൈവം തമ്പുരാൻ നശിപ്പിക്കാൻ ഒരുത്തൻ്റെ കയ്യിലും കൊടുക്കത്തില്ല. നിങ്ങളെ തകർക്കുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. കൂടോത്രമോ മന്ത്രങ്ങളോ പിശാചോ ലോകമോ രാഷ്ട്രീയങ്ങളോ ഏത് ശക്തിയും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ആത്മാർത്ഥതയോടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, സാക്ഷിയോടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കൽപ്പനയ്ക്കനുസരിക്കുന്ന കുഞ്ഞുങ്ങളെ, വചനത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഒരുത്തനും തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതാണ് സത്യം. ഇതിന് മേലൊരു സത്യമില്ല. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കഴിയുമെങ്കിൽ ഏറ്റെടുക്കുക, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. എൻ്റെ ദൈവം ജീവിക്കുന്നവനാ. ദാനിയേലിൻ്റെ ദൈവം ഒരു സാധാരണ ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു. ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അപേക്ഷിക്കുന്നത് കണ്ടു. വേറെ ഒന്നോടെ കാണാൻ നിങ്ങൾ കൈയടിക്കുന്നതും നിങ്ങൾ പാട്ടുപാടുന്നതും ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു തുള്ളി ആരാധിക്കുന്നതും അവന്മാർ കാണുക. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഈ വിഷയത്തൊന്നും ഞാൻ പേടിക്കുന്ന ആളല്ല. നിന്റെ ഒന്ന് കണ്ട് ഞാൻ മുട്ടുകുത്തി ഒന്നും അങ്ങോട്ട് മാറിപ്പോയി വണക്കോടിക്കുന്ന പാർട്ടി ഞാനല്ല. ഞാൻ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. എന്നെ കൈപിടിച്ചവൻ കൈവിടാത്തവനാണ്. എന്നോട് കൂടെ ഇരിക്കുന്നവൻ മാറാത്തവനാണ്. ലോകം വാനവും ഭൂമിയും മാറിപ്പോകും, ഇവൻ മാറിപ്പോകത്തില്ല. അമ്മയും അപ്പനും മറന്നു പോകും, ഇവൻ മറക്കത്തില്ല. എല്ലാവരും കൈവിടും, ഇവൻ കൈവിടത്തില്ല. ആ ഒരു നല്ല ഒരു വിശ്വാസമുള്ള ദാനിയേൽ ധൈര്യമായി നിൽക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന കർത്താവേ, ഈ നല്ല സമയത്തോട്ട് തിരുമനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ആലോചന കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം തട്ടി എഴുന്നേൽപ്പിക്കുവാൻ, ഉറങ്ങുന്നവരെല്ലാം തട്ടി എഴുന്നേൽപ്പിക്കുവാൻ കർത്താവേ സ്തോത്രം. പ്രാർത്ഥിക്കാതെ മുടങ്ങിക്കിടക്കുന്നവര്, തളർന്നു കിടക്കുന്നവർ, ക്ഷീണിച്ചു കിടക്കുന്നവരെല്ലാം ഒന്ന് തട്ടി കുലുക്കി എഴുന്നേൽപ്പിക്കുവാൻ ഈ പ്രാർത്ഥന ഞങ്ങൾക്കൊരു മുഖാന്തരമാക്കി നീ തന്നതിനായി സ്തോത്രം. ഇതേ കേട്ടോണ്ടിരിക്കുന്ന മരിച്ചു കിടക്കുന്ന ആത്മാക്കളെല്ലാം, വിശ്വാസത്തിൽ ചത്തു കിടക്കുന്നവർ, മരിച്ചു കിടക്കുന്നവർ, പ്രാർത്ഥനയില്ലാത്തവർ, ജീവിതമില്ലാത്തവർ, സാക്ഷ്യമില്ലാത്തവർ, ദൈവത്തെ വിട്ട് അകന്നു നിൽക്കുന്നവർ, കർത്താവേ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് പേടിച്ച് നിൽക്കുന്നവർ, അനുസരിക്കുവാൻ കഴിയാത്തവർ, ജീവിക്കുവാൻ കഴിയാത്തവർ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെല്ലാം ഇന്നൊരു തീരുമാനത്തോട് മടങ്ങി വരട്ടെ പച്ച. ദാനിയേലെ പോലെ മാറുവാൻ, ദാനിയേലെ പോലെ പ്രാർത്ഥിക്കുവാൻ, ദാനിയേലെ പോലെ മുട്ടുമടക്കുവാൻ, ഒന്നിനും അഞ്ചാതെ ഒന്നിനും പേടിക്കാതെ ധൈര്യമായി നിൽക്കാനുള്ള കൃപ നിന്റെ മക്കൾക്ക് നീ തരണമെന്ന് ഞാൻ അപേക്ഷിക്കാൻ. ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, കൈവിടരുതേ, മറക്കരുതേ, തള്ളിക്കളയരുതേ. ഒരുത്തരും ലജ്ജിക്കുവാൻ, നാണിക്കാൻ സമ്മതിക്കരുതേ. പ്രാർത്ഥിച്ച് ഒരുത്തരും തോറ്റുപോയ ചരിത്രമില്ല പച്ച. പ്രാർത്ഥിക്കുന്ന നാൾക്ക് നാൾ അവൻ ഭക്തിവിരുത്തിയോടെ ബലപ്പെടുന്നു, ആരോഗ്യം കാണുന്നു, അവന് ജീവൻ ഉണ്ടാകുന്നു, വിടുതലുണ്ടാകുന്നു. അവൻ ചോദിക്കുന്നതിലും അധികമായി അത്യന്തം പരമായി അവനെ നീ വാരി കോരി കൊടുക്കുന്നു, അവനെ നീ ബലപ്പെടുത്തുന്നു, കാത്തു സൂക്ഷിക്കുന്നു. ഒരു കേടും അവന് വരാതെ നിന്റെ കണ്ണിന്റെ മണി പോലെ നീ മറയ്ക്കുന്നു. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ആർക്കാ? പ്രാർത്ഥിക്കുന്നവർക്ക്. എന്നെ പ്രാർത്ഥന മുട്ടയിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക്. അവിടെ നിങ്ങളുടെ പണം കൊണ്ടോ, നിങ്ങളുടെ ബലം കൊണ്ടോ, നിങ്ങളുടെ ശക്തി കൊണ്ടോ, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ, നിങ്ങളുടെ എന്തുകൊണ്ടും ചെയ്യുവാൻ സാധിക്കാത്തതെല്ലാം ഈ മുട്ടയിൽ നിന്നുള്ള പ്രാർത്ഥന കൊണ്ട് സാധിക്കും. കുഞ്ഞുങ്ങളുടെ വിവാഹം തടസ്സമാണോ? മുട്ടയിൽ നിന്നൊരു 10 മിനിറ്റ് പ്രാർത്ഥിക്ക്. ജോലി ഇല്ലയോ? മുട്ടയിൽ നിന്ന് 10 മിനിറ്റ് പ്രാർത്ഥിക്ക്. കർത്താവിന് എല്ലാം തകരുകയാണോ? തരിപ്പണമായോ? എല്ലാം ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ പോവാണോ? മരിക്കാൻ പോവാന്നോ? ഡോക്ടർമാർ എഴുതി കൊടുത്തോ? പേടിക്കരുത്. ആ കട്ടിൻ്റെ അടുത്തോടെ മുട്ട നിൽക്കൊരു 10 മിനിറ്റ്. ആ കാട്ടിൻ്റെ അടുത്തോടെ മുട്ട നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ആ പ്രശ്നം ഇറങ്ങി വരും. പക്ഷെ പേർക്ക് നിൽക്കരുത്, മറ്റുള്ളവരെ കാണിക്കാൻ നിർത്തരുത്. ദാനിയേലെ പോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എടാ, നിന്റെ സിംഹമോ, നിന്റെ സിംഹത്തിൻ്റെ കുഴികളോ, നിന്റെ രാജാവിൻ്റെ മുദ്രയോ, നിന്റെ രാജാവിൻ്റെ ഈ എഴുത്തുകളോ, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ 122 പേര് കുതിക്കുന്ന കുതി കണ്ടെന്ന് ചാടുന്നവർ ഞാനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രാർത്ഥനയെ തടുക്കുവാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. എൻ്റെ ദൈവത്തെ വിട്ട്, എൻ്റെ ദൈവത്തിനോടുള്ള ഈ ഐക്യത്തെ വിട്ട്, ആ സ്നേഹത്തെ വിട്ട്, ഈ പ്രാർത്ഥന വിട്ട് എന്നെ പറിച്ചെടുക്കുവാൻ നിങ്ങളുടെ ഒരു ശക്തി കൊണ്ടും സാധിക്കത്തില്ല. എൻ്റെ പ്രാർത്ഥന തുടരും, എൻ്റെ പ്രാർത്ഥന തുടരും. പക്ഷെ നിങ്ങളെ കൊണ്ട് ഈ പ്രവൃത്തിനെ തുടരാൻ പറ്റത്തില്ല. നിങ്ങളുടെ സമയം അടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് മണിയടിക്കാൻ പോവാ, ശവമണി അടിക്കാൻ പോവാ. നിങ്ങളുടെ സമയം അടുത്തു കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന എന്നെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നതിനെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, ഞാൻ താളടിയായി പോകത്തില്ല, ഞാൻ പുറമോട്ട് പോകത്തില്ല. ഞാൻ മുന്നോട്ട് മുന്നേറി കടന്നു വരും. ജയമല്ലാതെ എൻ്റെ ജീവിതത്തിൽ തോൽവിയൊന്നില്ല. ഞാൻ തോറ്റുപോകുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഒരു ജയിച്ച ദൈവത്തെയാണ്, ജയിച്ചവനാണ്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചെ ജയിച്ചവൻ, ഈ ലോകത്തിന്റെ സകല അധികാരങ്ങളെയും ചട്ടങ്ങളെയും ജയിച്ചൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്.
പ്രാർത്ഥിക്കുന്നത്. ആ ജയക്രിസ്തു എൻ്റെ അകത്തുള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം? എന്തിനെന്റെ പ്രാർത്ഥന നിർത്തണം? എന്തിന് ഞാൻ ഒളിഞ്ഞിരിക്കണം? ആവശ്യമില്ല. പതിവ് പോലെ എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ കൈക്കും നിന്റെ സിംഹത്തിന്റെ കുഴിയുടെ കൈക്കും എന്നെ വിടുവിക്കാൻ മതിയായവനാണ്. എൻ്റെ ദൈവം എന്നെ വിടുവിക്കാൻ ശക്തനാണ്. അവൻ എന്നെ വിടുവിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. ഇതായിരുന്നു ദാനിയേലിന്റെ ആ ഘോഷം. അവൻ തോറ്റുപോയില്ല. അവൻ മറുപടി പിറ്റേ ദിവസവും പ്രാർത്ഥിക്കുന്ന നേരം വന്നപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം കർത്താവ് അവൻ ഒരുക്കി. ഒരു ദിവസം പോലും പ്രാർത്ഥന അവൻ ആബ്സെന്റ് ആയിട്ടില്ല കേട്ടോ. അത് ചിന്തിക്കണേ, ആബ്സെന്റ് ആയിട്ടില്ല. രാജാവ് കൽപ്പനയിട്ടപ്പോഴും ആബ്സെന്റ് ആയില്ല, ഒപ്പിട്ടതിന് ശേഷവും അത് ആബ്സെന്റ് ആയിട്ടില്ല. ഇപ്പൊ സിംഹത്തിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽപ്പിക്കല്ലേ, എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അന്നും പ്രാർത്ഥന ഒന്നും ആബ്സെന്റ് ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും ജയിക്കണമെങ്കിൽ, അത് താണ്ടി വരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, മുട്ടയിൽ നിന്നുള്ള പ്രാർത്ഥന, തീരുമാനത്തോടുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരുത്തനും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരുത്തനും നിന്റെ അരികത്തോട്ട് അടുത്തു വരാൻ പറ്റത്തില്ല. തീ അതിനെ ചുട്ടരിക്കും. ശാന്ത്രാക് മേശക് ആബേദമായി തൂക്കിയിട്ട് പോമാർ എന്തിയെ, വാരിട്ട് പോമാർ എന്തിയെ, തീ അവങ്ങളെ ചുട്ട് കരിച്ച് കരിക്കഷ്ണം പോലും ഇല്ലാതെ കളഞ്ഞില്ലേ. അതാ ദൈവം ചെയ്യുന്ന അത്ഭുതം. ദൈവം ചെയ്യുന്ന അത്ഭുതം അതാണ്. ഒന്നും പേടിക്കണ്ട. പ്രാർത്ഥന ശക്തീകരിക്കട്ടെ, പ്രാർത്ഥന ബലം പെടട്ടെ, പ്രാർത്ഥന ഇതിനെ യാഗരിക്കണം, അധിക നേരങ്ങൾ സ്തുതിക്കണം, ദൈവത്തെ പാടണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് അടുത്തിരിക്കണം, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കണം, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ആ കൃപ ഒന്ന് എനിക്ക് മതി അപ്പച്ച, നിന്റെ കൃപ എനിക്ക് മതി. നിന്റെ കൃപ എനിക്ക് മതി, ആ കൃപ എനിക്ക് മതി. ആ കൃപയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ കാത്തിരിക്കും. ഈ ലോകമോ, ഈ ലോകത്തിന്റെ ഭരണങ്ങളോ, ഈ ലോകത്തിന്റെ ശക്തിയോ, ഈ ലോകം കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഫലിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഫലിക്കത്തില്ല. നമുക്കെന്ന് പറഞ്ഞാൽ തെറ്റാ കേട്ടോ. പ്രാർത്ഥിക്കുന്നവന് ഫലിക്കത്തില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഫലിക്കത്തില്ല. അതാണ് സത്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ അർപ്പണം ചെയ്യാം, വിട്ടുകൊടുക്കുക, ദൈവത്തിന് മുട്ടുമടക്കുക, കരയുക, ദൈവത്തോട് നിലവിളിക്കുക. ദൈവം നിന്റെ നിലവിളി കേൾക്കും, യാചന കേൾക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൈവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നിന്നെ ഒരുത്തനും തകർക്കുവാൻ പറ്റത്തില്ല. ഇനിയും ചില നൊടി നേരങ്ങൾക്കകത്ത് ഇവന്മാർ അഡ്രസ് ഇല്ലാതെ പോകാൻ പോവുക. അമ്മമാർക്കെല്ലാം ഇപ്പൊ ശവമണി അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് അമ്മമാർക്ക് അറിയത്തില്ല. അമ്മമാർ ഇപ്പൊ രാത്രി പാരുங்க ദാനിയേലെ കൊണ്ട് സിംഹത്തിന്റെ വിളിട്ടേച്ചാലും ഭയങ്കര കുടിയായിരിക്കും, ഭയങ്കര ഡിന്നറായിരിക്കും, ഭയങ്കര ഡാൻസ് ആയിരിക്കും, ഭയങ്കര നടനങ്ങൾ. നമ്മൾ ജയിച്ചടാ ദാനിയേലിന്റെ കഥ കഴിഞ്ഞടാ, ജയിച്ചടാ എന്ന് പറഞ്ഞ രാത്രി മുഴുവനും ചാട്ടവും കുടിയും തിന്നുന്ന ജോലിയുമായിരുന്നിരിക്കും. പക്ഷേ നേരം വെളുത്തപ്പോൾ നടന്ന എന്തുവാ, ദാനിയേൽ കരയ്ക്ക് വരുന്നു, ഇവന്മാരെല്ലാം അകത്തോട്ട് വന്ന് നാളേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കുക. പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥന ക്ഷീണിതരാകരുത്, പ്രാർത്ഥന യാഗരിക്കണം, ബലപ്പെടണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥന നമുക്ക് വേണം. കർത്താവ് ഈ പ്രാർത്ഥനയായി സ്തോത്രം. ദൈവമേ, അടിന്റെ തറമട്ടമായി താഴ്ത്തുന്നു. നീ ഉയർന്നിരിക്കുന്ന നാമം മാത്രം മഹത്വം എടുക്കണം. ഈ പ്രാർത്ഥനയായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. നിശ്ചയമായി വിശ്വസിക്കുക. വാക്യങ്ങളെല്ലാം പഠിച്ച് ബലപ്പെടുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു.